മാവിൻ്റെ താഴെ പഴുത്ത മാങ്ങകൾ ഇങ്ങനെ കിടക്കണ കാണാൻ എന്തൊരു ഭംഗിയാണ്. പ്രത്യേക ഒരു സന്തോഷമാണ് അത് കാണുമ്പോൾ. ഞാൻ വേഗം ഒരു വലിയ പാത്രം എടുത്തിട്ട് മാവിൻ്റെ താഴെ പോയി അതൊക്കെ പറക്കിയെടുക്കുകയാണ് കേട്ടോ. ഒക്കെ നല്ല മാങ്ങകളാണ്. തലേ ദിവസം നല്ല കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒക്കെ വീണതാണ്. അപ്പം ഞാൻ വേഗം തന്നെ എല്ലാതും പറക്കിയെടുക്കുകയാണ്. അത്യാവശ്യമുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഈ മാങ്ങ മാവിൻ്റെ താഴെ നിന്ന് തന്നെ എടുത്തിട്ട് കഴുകും കൂടിയില്ല, അത് അവിടെ തന്നെ ഇരുന്ന് കടിച്ചു മുറിച്ച് കഴിക്കും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് എവിടെ അതിനൊക്കെ നേരം, മൊബൈൽ നോക്കിയിരിക്കുക, ടി വി കാണുക, ഇതൊക്കെ തന്നെയല്ലേ അവരുടെ പരിപാടി. അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി അടിച്ചെടുക്കുക. എന്നിട്ടൊന്ന് അരിച്ചതിന് ശേഷം നമ്മുടെ ഗ്ലാസ് വെച്ചിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്കസ് വെള്ളത്തിൽ ഇട്ടത് കുതിർത്തത് ഇട്ടും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ കഴിക്കാതിരിക്കില്ല, എല്ലാവരും കഴിച്ചോളും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ. ഇനിയിപ്പോഴത്തെ കുറച്ച് ദിവസം കൂടി ഉള്ള ഈ മാങ്ങയൊക്കെ കിട്ടുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം കൂടി കാത്തിരിക്കണ്ടേ.